നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായം 18 മുതൽ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലേണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചു കൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. അടുത്ത വാക്യം 22-ാം വാക്യത്തിൽ, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വസ്തുതകൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളാണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ രണ്ട് വിഭാഗത്തെക്കുറിച്ച് പറയുന്നു. അവർ എന്നും നിങ്ങൾ എന്നും പറയുന്ന രണ്ട് വിഭാഗം. നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ചാണ്. അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ജഡീയ ഇസ്രായേലിനെ സംബന്ധിച്ചാണ്. അപ്പൊ ജഡീയ ഇസ്രായേലും പുതിയ നിയമ വിശുദ്ധന്മാരും വന്നിരിക്കുന്നത് രണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. ഒന്ന് പഴയ നിയമം അല്ലെങ്കിൽ ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിൻ്റെ മധ്യസ്ഥൻ മോശയാണ്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. അപ്പൊ ഈ രണ്ട് പ്രമാണങ്ങളും നൽകപ്പെടുന്നത് വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ വ്യത്യസ്തരായ ആളുകൾക്കാണ്. ഒന്ന് ജഡീയ ഇസ്രായേലിനും ഒന്ന് ആത്മീയ ഇസ്രായേലിനും നൽകും. അപ്പോൾ ഇവിടെ പഴയ നിയമത്തിൽ നമ്മൾ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 16 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഈ പഴയ നിയമം മോശയാകുന്ന മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പുള്ള ചില ഒരുക്കങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വായിക്കാം. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്നും പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി.
അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരം അരുളി. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. ഇവിടെ ന്യായപ്രമാണം നൽകുന്നതിന് വേണ്ടി യഹോവയുടെ സാന്നിധ്യം സീനായി പർവ്വതത്തിൽ ഉണ്ടാകുന്ന ആ സന്ദർഭത്തെക്കുറിച്ചാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനമെല്ലാം 3 ദിവസം മുമ്പേ തയ്യാറെടുത്തു. ഈ ന്യായപ്രമാണം പ്രാപിക്കുന്നതിന് വേണ്ടി സീനായി മലയിലേക്ക്, അതിൻ്റെ അടിവാരത്തേക്ക് അവർ ഒരുങ്ങി വന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയെന്നാണ്. അവിടെ പർവ്വതം മുഴുവൻ പുക കൊണ്ട് മൂടി, തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവരോട് ഉത്തരം അരുളിച്ചു. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിലിറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. ഇപ്പോ ന്യായപ്രമാണം മോശ മുഖാന്തരം നൽകപ്പെട്ടു. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഇപ്പോ 2 പ്രമാണങ്ങൾക്ക് 2 മധ്യസ്ഥന്മാർ. 2 പ്രമാണങ്ങളുടെയും സ്ഥാപനത്തിൽ യഹോവയുടെ പ്രത്യക്ഷതയുണ്ടാകും. ഇപ്പൊ പഴയ നിയമം ജഡിക ഇസ്രായേലിനാണ്, ന്യായപ്രമാണം ജഡിക ഇസ്രായേലിനാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഈ 16 മുതലുള്ള വാക്യങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇത് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ ആ ഭാഗം കൂടുതലായി വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജഡിയ ഇസ്രായേലിനെ സംബന്ധിച്ച് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ആ കൽപ്പനകൾ മോശയാകുന്ന മധ്യസ്ഥൻ അവർക്ക് നൽകി. പുതിയ പ്രമാണത്തിൽ യേശുവാകുന്ന മധ്യസ്ഥൻ, അത് പുതിയ കൽപ്പനയായിട്ട് ആത്മീയ ഇസ്രായേലിന് നൽകപ്പെടുന്ന പ്രമാണം. ആ പ്രമാണത്തിൻ്റെ മുമ്പിൽ ഹാജരായിരിക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ച് അവർ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ നമുക്ക് പ്രസക്തമായി മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആദ്യത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ വന്നത് ഈ വിധത്തിലുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഏതൊക്കെയാ? തീ കത്തുന്നതുമായ പർവ്വതം, മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം. ഇതെല്ലാം സീനായി പർവ്വതത്തിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം ഉണ്ടായപ്പോൾ ഇസ്രായേൽ അന്ന് വളരെ ഭയന്നുപോയി. മോശയും തനിക്ക് ഭയമാകുന്നു എന്ന് പറഞ്ഞ രംഗം ആയിരുന്നു അവിടെ. ഇപ്പോൾ പുതിയ പ്രമാണത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നവരെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ എവിടെ ആണ് വന്നിരിക്കുന്നത്? നിങ്ങളിങ്ങനെ ബാഹ്യമായ പ്രകടനങ്ങളോടുകൂടിയ ഒരു നിയമത്തിൻ്റെ മുൻപിൽ അല്ല നിങ്ങൾ വന്നിരിക്കുന്നത്.
ആത്മീയ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നതാണ്. നിങ്ങൾ എവിടെയാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ ആരുടെ മുമ്പിലാണ് വന്നിരിക്കുന്നത്? ഈ ബാഹ്യമായ പ്രകടനങ്ങളാൽ നൽകപ്പെട്ട പ്രമാണത്തിന്റെ അടുക്കലല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെയോ, നിങ്ങൾ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും. അപ്പോസ്തലന്മാരുടെ കാലശേഷം സഭയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാര് നിങ്ങൾ എവിടെയാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ വന്നിരിക്കുന്നത് സ്വർഗീയ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേം. ഇവിടെ സ്വർഗീയ യെരുശലേം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ സഭയെ സംബന്ധിച്ചാണ്. അവർക്ക് ജീവനുണ്ടെന്നാണ്. പക്ഷേ സീനായി പർവ്വതത്തിന് ജീവനുണ്ടായിരുന്നോ? ജീവനില്ലല്ലോ, അത് വെറും പർവ്വതമാണ്. അപ്പോൾ ആ സീനായി പർവ്വതത്തിന്റെ നിഴല്, അതിൻ്റെ പൊരുളാണ് ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ സ്വർഗീയ യെരുശലേം എന്ന് പറയുന്ന സഭ. അതിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആര്? പുതിയ നിയമ വിശുദ്ധന്മാര്. അവിടെയും ബാഹ്യപ്രകടനങ്ങളൊന്നുമില്ല, അല്ലേ? കർത്താവിൻ്റെ പുതിയ നിയമ പ്രമാണം നൽകപ്പെടുന്നത് ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയല്ല. നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും. അതേതാ അനേകായിരം ദൂതന്മാരെന്ന് പറഞ്ഞിരിക്കുക? അത് ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ചാണ് പറയാം. ഈ ഭൂമിയിൽ ഒരാളെങ്കിലും യേശുക്രിസ്തുവിലേക്ക് വിശ്വാസവും ജീവിതവും അർപ്പിക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാർക്ക് വലിയ സന്തോഷമുണ്ടാകുമെന്നാണ് രേഖപ്പെടുത്തി. അതാ അവരും ദൈവത്തിൻ്റെ വചനങ്ങളുടെ നിവൃത്തികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാ ദൈവത്തിൻ്റെ ദൂതന്മാരും. അതുകൊണ്ടാണ് അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും. അടുത്ത വാക്യം, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. അതിൻ്റെ അർത്ഥം എന്താ? സ്വർഗത്തിൽ പേരെഴുതപ്പെടുന്നവരുടെ സംഖ്യ. അവർ ഓരോരുത്തരുടെയും പേര് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ആ സംഖ്യ പൂർത്തിയാകുന്നത് വരെ ആ വിളിയിലേക്ക് വരുന്നവരുടെ പേര് സ്വർഗത്തിൽ എഴുതി വയ്ക്കും. അതുകൊണ്ടാണ് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും. എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി എവിടെയാ? എവിടെ ഇരിക്കണേ? സ്വർഗത്തിലല്ലേ? എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും. ഇവിടെ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാ? ഇത് പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചാണ്. ഇവരുടെ ആത്മാവ് സ്വർഗത്തിലുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. ഇവരും സ്വർഗീയമായ ഒരു നഗരമുണ്ടെന്ന് വിശ്വസിച്ച് മരിച്ചവരാണ്. അതേ വിശ്വാസം തന്നെയാണ് പുതിയ നിയമസഭയ്ക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത്.
പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും, യേശുവിൻ്റെ അടുക്കൽ വിശ്വാസത്താൽ വന്നവരല്ലേ വിശ്വാസികളായിത്തീർന്നു, അല്ലേ? പുതിയ നിയമ വിശുദ്ധന്മാരായിത്തീർന്നു. പിന്നെ ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ച് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ വന്നവരാണ്. അതുകൊണ്ട് അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. പുതിയ നിയമം അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ തള്ളിക്കളയരുതെന്നാണ്. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാലോ? ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. ഇവിടെ രണ്ട് പ്രമാണത്തിൻ്റെയും മധ്യസ്ഥന്മാരെ കുറിച്ചാണ് പറയാം. ഏതാ? ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു. ഭൂമിയിൽ അരുളി ചെയ്തവനാരാ? മോശയാ. മോശയുടെ പ്രമാണത്തിന് വിരോധമായി മത്സരിച്ചവർ മരുഭൂമിയിൽ ചത്തൊടുങ്ങി. അവർക്ക് മോചനമില്ലായിരുന്നു. അവർ മരിച്ചൊടുങ്ങി. അവർ കനാൻ ദേശത്ത് പ്രവേശിച്ചില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. ഇപ്പൊ ന്യായപ്രമാണപ്രകാരം ആ പ്രമാണത്തിൽ നിന്ന് വീഴ്ച ഭവിച്ചാൽ നമുക്കതിൽ നിന്ന് മോചനം ഉണ്ടാവും. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ പുനരുത്ഥാനം വഴി നമുക്ക് മോചനം ഉണ്ടാവും. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ വന്നൊരാള് ആ പ്രമാണത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞാൽ മോചനമില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നിരസിച്ചവർ തെറ്റിയൊഴിയുകയില്ല. അവർക്ക് രണ്ടാം മരണമെന്ന ശിക്ഷയാണ് നൽകപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രമാണങ്ങളും അത് ലഭിക്കപ്പെടുന്ന മധ്യസ്ഥന്മാരും അതിൻ പ്രകാരം വരുന്ന ആളുകളും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം, അവർക്ക് വരുന്ന ശിക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ വിശദീകരിക്കും. അപ്പം ഇതിൽ നമുക്ക് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന കാര്യം സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാർ എന്നുള്ളതാണ്. ഈ ആദ്യജാതന്മാരെ എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്? ആദാമ്യ സന്തതി പരമ്പരയിൽ നിന്നും ഒരു വിഭാഗം ജനങ്ങളെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ തിരഞ്ഞെടുക്കുക. കർത്താവിൻ്റെ ഒന്നാം വരവ്. ആ ഒന്നാം വരവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ആദ്യജാതന്മാർ എന്ന് പറഞ്ഞു. അനന്തരജാതന്മാർ അത് പൊതുലോകമാണ്. അവർക്ക് രക്ഷ കൊടുക്കുന്നത് രണ്ടാം വരവിലാണ്. അപ്പം ഇത്രയും കാര്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം.